ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കപ്പയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നീളത്തിൽ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചായച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പയ്ക്കെല്ലാം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള കുറച്ച് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കയ്പ്പ് അധികം ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം നല്ല അടിപൊളിയാണ്.